കഴിഞ്ഞ വർഷം പ്രസംഗ മത്സരത്തിന് ജില്ലയിൽ ഫസ്റ്റായിരുന്നു. പക്ഷേ സ്റ്റേറ്റിന് പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും കൊറോണ വന്നു. അയ്യോ, കഷ്ടമായല്ലോ. സാരമില്ല, ഈ വർഷം ഞങ്ങൾ അത് നേടിയെടുക്കും, അല്ലേ മോളെ? അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങി നടക്കാതെ സന്ധ്യക്ക് മുമ്പ് എത്തിയേക്കണം, കേട്ടോടാ? ആ ശരി അമ്മേ. വരുമ്പോ ആതിരക്കുട്ടിക്ക് വല്ലതും വേണോ? ഒന്നും വേണ്ട. കണ്ടില്ലേ മരിയ, അവന്റെ ഒരു ശുഷ്കാന്തി. പെറ്റ തള്ള അവിടെ നിന്നിട്ട് അവൻ എന്നോടൊരു വാക്ക് ചോദിച്ചോ നോക്ക്. ഭാര്യയെ സ്നേഹിക്കുന്നത് നല്ലേ കമലാക്ഷി ചേച്ചി? അതിന് എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ വല്ലപ്പോഴും നമ്മളെ ഒന്ന് പരിഗണിക്കണം. ഈ അമ്മയുടെ ഒരു കാര്യം. ശരി. ആ മോള് കഴിക്കേ. മതി ആന്റി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മുഴുവൻ കഴിച്ചു വിടുന്ന എഴുന്നേറ്റാ മതി. കഴിക്കേ. അവക്ക് മതിയെങ്കിൽ നിർബന്ധിക്കണ്ട കമലാക്ഷി ചേച്ചി, ബാക്കി ഞാൻ കഴിച്ചോളാം. ഇഞ്ഞുണ്ട മോളെ, മക്കളെ കൈ എഴുവ. മോളെ ആതിരെ, നീയും കൂടെ ചെല്ല്. കഴിവതും അവള് കാണുക ഞാൻ കരയാറില്ലേ ചേച്ചി? പിന്നെ കരയിച്ച് അടങ്ങുന്ന മറ്റുള്ളവര് വാശി വെച്ചാ നമ്മൾ എന്ത് ചെയ്യും? നീ അത് വിടു മരിയേ. വിധിയെ തോൽപ്പിച്ച് നീ ഇതുവരെ എത്തിയില്ലേ? നാളെ മുന്നോട്ട് പോവാനും ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരും. കടലിന്റെ കഥ എന്ന് പറയുമ്പോ ലോകത്തിന് ആകെ അറിയാവുന്നത് തകഴിയുടെ ചെമ്മീനും പിന്നെ മമ്മൂട്ടിയുടെ അമരുവാ. പക്ഷെ കടലമ്മയ്ക്കും മക്കൾക്കും പറയാത്ത നോവുകള് ഒരുപാടുണ്ട്. അതാരും കാണുന്നില്ല, കേൾക്കുന്നില്ല. കടല് പോലെ കാലം എത്രയോ ആയി അതിങ്ങനെ പരന്നു കിടക്കുക. കാഴ്ച കാണാൻ വരുന്നവർക്ക് കടലമ്മ കള്ളിയാ. കടലമ്മ കള്ളി എന്നല്ല, ആരെന്തെഴുതി വെച്ചാലും അവൾ അത് മായ്ച്ചുകൊണ്ട് പോവും. കാരണം അവൾക്കറിയാം, അവൾ ഒഴികെ മറ്റാരും ഇവിടെ സ്ഥിരതാമസക്കാരല്ലാന്ന്. എത്രയോ മുഖങ്ങൾ കണ്ടിരിക്കുന്നു, എന്തൊക്കെ നാടകങ്ങൾ കണ്ടിരിക്കുന്നു. അവളിൽ അലിയാത്ത പുഴകളുണ്ടോ? അവളെ തഴുകാത്ത കാറ്റുണ്ടോ? നിങ്ങൾക്കറിയോ, കടലമ്മയ്ക്ക് ഒരു മനസ്സുണ്ട്, ആരും കാണാത്ത മനസ്സ്. കൈകൂപ്പി കരയുന്നവർക്ക് അറിയില്ല അവളുടെ കണ്ണുനീരിന്റെ ഉപ്പ്. കടലമ്മ മോഹിച്ചിട്ടല്ല ആണ്ടുതോറും 6 മാസം കടപ്പുറത്ത് വറുതി വരുന്നത്. മക്കളെ പട്ടിണിക്കിടാൻ കടലമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്ത് ചെയ്യാം, ചാകരകാലത്ത് വാരിക്കോരിത്തരാൻ അവൾക്ക് അവളെ നിറയ്ക്കണ്ടേ? പ്രജകളെ പെറ്റുപെരുക്കണ്ടേ? അതിന് കാലം കടലമ്മയ്ക്ക് കൊടുക്കുന്ന അവധിക്കാലമാണ് തുറയിലെ പട്ടിണിക്കാലം. പരാതി പറഞ്ഞിട്ടും ശപിച്ചിട്ടും വല്ല കാര്യമുണ്ടോ? കടലിന്റെ മക്കളുടെ വിധിയാ കടൽ കനിയാത്ത ഈ വരണ്ട കാലം. അപ്പോ മീൻ കിട്ടാത്ത ഈ കാലത്ത് തുറയിലുള്ളവരെങ്ങനെ ജീവിക്കും? അതല്ലേ പറഞ്ഞത്, മിക്കവരും പട്ടിണി കിടക്കും. പിന്നെ ചിലവര് ചെറുവള്ളത്തിലും കട്ടമരത്തിലും ഒറ്റച്ചൂണ്ട ഇടാൻ പോവും. മറ്റു ചിലര് ടൗണിലൊക്കെ പുറംപണിക്ക് പോവും. എല്ലാം കണക്കാ. പട്ടിണി മാറ്റാൻ അതൊന്നും തികയത്തില്ലെന്നേ. കടലുകൊണ്ട് ജീവിച്ചവർക്ക് കടലല്ലാതെ വേറൊരു ആശ്രയമില്ല. വേറെ എന്ത് പണിയാ അവർക്ക് നേരെ ചൊവ്വ അറിയാവുന്നത്? ചാകരക്കാലത്ത് നല്ല കോള് കിട്ടുമ്പോ ഈ വറുതിക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെച്ചൂടെ? നല്ല കഥയായി. എന്നാ പിന്നെ മരയ്ക്കാൻ മരയ്ക്കാരല്ലാതാവില്ലേ?
അന്നന്ന് കിട്ടുന്നത് അന്നന്ന് ആഘോഷിച്ചു തീർക്കുന്നതാ കടപ്പുറത്തെ കരപ്രമാണം. അല്ലെങ്കിൽ കിടന്ന ഉറക്കം വരില്ലല്ലോ. ചാകര വന്ന മുക്കുവൻ സർവ്വതും മറക്കും. ഇന്നലോളം കിടന്ന പട്ടിണിയും കുടിച്ച കണ്ണീരും എല്ലാം മറക്കും. പിന്നൊരു ഉത്സവ. കണ്ണി കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടിയും വയറ് പൊട്ടും വരെ തിന്നും കുടിച്ചും കടലമ്മ കറവ നിർത്തുന്നത് വരെ അവരങ്ങനെ ആർമാദിക്കും. കടപ്പുറത്തിന് ഇന്നലെയും നാളെന്നൊന്നുമില്ല. തുഴ പിടിക്കുന്നോന്റെ മുമ്പില് ഇന്ന് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് മുന്നിൽ കാണുന്ന തിരകളെ വീറോടെ കരുത്തോടെ തുഴഞ്ഞു തോൽപ്പിച്ചു മാത്ര അവന് ശീലം. പക്ഷേ ഓരോ തിര തുഴഞ്ഞു മുന്നേറുമ്പോഴും അവനൊരു സ്വപ്നമുണ്ട്. കൈ നിറയെ പൊന്നും പണവുമായി 7ാം കടല് താണ്ടി കൺമുന്നിലെത്തുന്ന സുന്ദരിയായൊരു മത്സ്യകന്യക. ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും കടലും മുക്കുവനും ഉണ്ടായ കാലം മുതൽ അവൻ ആ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. നീ ഇതെങ്ങോട്ടാ? ഞാനിപ്പോ വരാമേ. നീ എന്നോട് ക്ഷമിക്കണം. ഒന്നും ഞാൻ മനപ്പുറം ചെയ്തില്ലടാ. നിന്റെ അവസ്ഥ കണ്ടപ്പോ വേറൊരു മാർഗമില്ലാത്തതുകൊണ്ടാ ആ മാല നിനക്ക് ഞാൻ തന്നത്. അത് മോഷണ മുതലാണെന്ന് എന്നോട് എന്താണ് പറയുന്നത്? അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങില്ലായിരുന്നല്ലോ. അത് മോഷണ മുതലാണെന്ന് നിന്നോടാര് പറഞ്ഞു? അതെന്റെ പെങ്ങള് സിന്ധു എനിക്ക് തന്നതാ. ഞാൻ അറിഞ്ഞു നിന്റെ അളിയൻ അജയൻ അവൾക്ക് കൊടുത്ത മാലയാണെന്ന്. കുഞ്ഞളി ഇത് നമുക്ക് കൊടുത്താണെങ്കിൽ പിന്നെന്താ മാല കാണാനില്ലെന്ന് പറഞ്ഞ് അയാൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അത് സിന്ധുവിനോട് ചോദിച്ചാ പോരെ? ചോദിക്കാൻ ഞാൻ പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? പോലീസിനെ പഠിച്ച് ഞാൻ ഒളിവിലല്ലേ? നീ എന്റെ പേര് പറഞ്ഞു കൊടുത്തില്ലേ? വേണമെന്ന് വെച്ച് പറഞ്ഞു കൊടുത്തല്ല അണ്ണാ. അമ്മാതിരി ഇടിയാ കിട്ടിയത്. അണ്ണന്റെ പേര് മാത്രമല്ല, ഞാൻ ഇന്ന് വരെ കണ്ടില്ലാത്തൊരു പേര് പോലും പറഞ്ഞു പോകും. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല, എന്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ. അണ്ണ വിഷമിക്കണ്ട, സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിച്ചു തരാം. നായകൻ ആരൊക്കെയാ? വാ 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 ഇരിക്കുകാരി. എന്താ ഈ രാത്രിയില്? ഏയ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കാണണമെന്ന് തോന്നി ഇങ്ങ് പോന്നു. അത് നന്നായി. അല്ല, ഈ നേരത്ത് ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? സന്തോഷല്ലേ ഉള്ളൂ. ഇത് നിങ്ങളുടെ കൂടെ വീടല്ലേ? നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇനി അവിടെ താമസിച്ച് ബോറടിക്കുമ്പോ ഇവിടെയുള്ള സൗകര്യത്തിൽ അങ്ങ് കൂടാം. അല്ല മക്കളെ? പിന്നെ അല്ലാതെ. അല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പോയ ശേഷം ജനനി ഒരു ഐഡിയ പറഞ്ഞു. കടപ്പുറത്തെ മീൻ കച്ചവടത്തെ കുറിച്ചാ.
കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി. എന്താ അളിയ? അല്ല, 6 മാസം ഇവിടെ മീൻ കിട്ടാത്തതാണല്ലോ പ്രശ്നം. അത് പരിഹരിക്കാനൊരു ഐഡിയ. എടോ, താൻ തന്നെ പറ. ഒന്നുമില്ല, ഓരോ കടപ്പുറത്തും ഓരോ സീസൺ ആണല്ലോ. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ മീൻ കിട്ടുന്ന കാലത്ത് ഇവിടെ കിട്ടണമെന്നില്ല, ഇവിടെ കിട്ടുമ്പോൾ ബോംബെയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്താൽ എല്ലാ സീസണിലും എല്ലാ സ്ഥലത്തും മീൻ കിട്ടും. പിന്നെ ആവശ്യക്കാർക്ക് കടപ്പുറത്ത് നിന്ന് നേരെ മീൻ എത്തിക്കുന്ന സംവിധാനം കൂടി ഉണ്ടായാൽ നമ്മൾ പൂർണ്ണമായും സക്സസ് ആവും. അതിന് തമിഴ്നാട്ടിലും ബോംബെയിലൊക്കെ ആര് പോവും? അല്ല, ആരും പോകണ്ട. ഓൺലൈൻ ബിസിനസ് ചെയ്യാന്നാ ഇവള് പറയുന്നത്. ഇത് ഉടനെ എങ്ങും നടപ്പിലാക്കാവുന്ന ഐഡിയ അല്ല. എന്നാലും ശ്രമിച്ചാൽ അടുത്ത സീസണിലെങ്കിലും വർക്കൗട്ട് ആവും. ആദ്യം ഫീൽഡ് ഒന്ന് നന്നായിട്ട് പഠിക്കണം, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ടാക്കണം. അതിലൊക്കെ പ്രധാനം ഈ കടപ്പുറത്തുള്ളവര് നമ്മളോട് സഹകരിക്കണം. സഹകരണത്തിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ പേടിക്കണ്ട. അമ്മ വിചാരിച്ചാലേ ഈ കടപ്പുറം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ ഇപ്പോ പ്രസിഡന്റ് നമ്മളെ സ്വന്തം ആളാണല്ലോ. അപ്പോ അതും പേടിക്കണ്ട. ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മുടെ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്തും ചെയ്യാം. ഇവിടുത്തെ മനുഷ്യരുടെ പട്ടിണി കണ്ടപ്പോഴാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത്. ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ വന്നാ ഇവിടെ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല. പിന്നെ ഈ ഇടനിലക്കാരെയും ഗുണ്ടകളെ ഒഴിവാക്കിയ മീന് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി വില നമുക്ക് കിട്ടുകയും ചെയ്യും. മോള് ധൈര്യമായിട്ട് പരിപാടി പ്ലാൻ ചെയ്തോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ. ഞങ്ങൾ ചത്തുകൂടെ നിൽക്കും. ഏതായാലും ഈ സീസൺ ഇങ്ങനെ പോട്ടെ. അടുത്ത തവണ നമുക്കൊരു വിലസാം. അല്ല, ആതിരക്കുട്ടി അഭിപ്രായം എന്ന് പറഞ്ഞില്ല. അടുത്ത സീസൺ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ എൻക്വയറികൾ ആരംഭിക്കണം. പിന്നെ ഒരു ജനകീയ കമ്മിറ്റി വിളിച്ചുകൂട്ടി ആളുകളെ നമ്മുടെ കൂടെ നിർത്തണം. പക്ഷെ വളരെ പ്രധാനം, കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പെർമിഷൻ നമ്മൾ വാങ്ങണം. അടിപൊളി. കണ്ടോ, വിവരമുള്ള പെണ്ണ് കോളനിയിൽ വന്നു കയറിയതിന്റെ ഒരു ഗുണം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ അർത്ഥം. പെണ്ണിന്റെ അഴകും പഠിപ്പുവാ അവളുടെ ധനം, അല്ലാതെ പണവും പൊന്നൊന്നല്ല. സത്യം പറയാലോ, എനിക്കിപ്പോ മാണിക്യമംഗലത്തെ വിശ്വനാഥൻ മുതലാളിയോട് ഒരു ദേഷ്യവുമില്ല. അയാള് സന്മനസ് കാണിച്ചോണ്ടാണല്ലോ ഇതുപോലൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത്. കോതാര കോളനി ഒരു സെറ്റിൽമെന്റ് കോളനി ആണെങ്കിലും ഒരു ഭാഗത്ത് കാട്ടുവഴിയും അപ്പുറത്ത് കടലുമാ. പക്ഷെ രണ്ടിടത്തും കണ്ണീരാ. നമ്മളെല്ലാരും ഒരുമിച്ച് നിന്നാ ഈ നാടിന് പുതിയൊരു ജീവൻ ഉണ്ടാവും. കുറഞ്ഞ പക്ഷം പട്ടിണി കിടന്ന് ആരും മരിക്കില്ല. ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല. കുറച്ച് വേളൂരിയാ. ദാ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുക. നാളെ തേങ്ങ അരച്ച് കറി വെക്കാം.
നിനക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. അച്ഛൻ മനഃപൂർവ്വം മോക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അച്ഛന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. മോള് അച്ഛനോട് ക്ഷമിക്കണം. നന്ദിതേ, നേരം കിട്ടുമ്പോ നീ നമ്മുടെ മോളോട് പറയണം, അച്ഛൻ പാവോ. അച്ഛന് വെറുക്കരുതെന്ന്. ചന്ദ്രേട്ടാ, കേട്ടില്ലേ ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോയത്? ആ മനസ്സ് മുഴുവൻ നിന്നോടുള്ള സ്നേഹം. സത്യം അറിഞ്ഞ അയാൾ ചങ്ക് പൊട്ടി ചാവും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. എനിക്ക് എന്റെ ഭർത്താവിന് കുറച്ചു കാലം കൂടി ജീവനോടെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. നീയായിട്ട് എന്റെ മോഹം ഇല്ലാതാക്കരുത്. ഇല്ല, വാക്ക് തെറ്റിക്കൂല. അവള് വരുന്നതിനും നിങ്ങൾ ഇറങ്ങി പോ പ്ലീസ്. ചെല്ലേ. അജയേട്ടാ, അജയേട്ടാ, അയ്യോ ചടിച്ച്. ഇവള് പിന്നെ താൻ ഇവിടെ പോയി വിളിക്കണോ? എവിടെ വിളിക്കാൻ? അജയേട്ടാ വാതിൽ തുറക്ക. അവിടെ തന്നെ കയറാം. വാതിൽ തുറക്ക അജയേട്ടാ. ഞാൻ അടിയിലോട്ട് കയറും. അജയേട്ടാ, അജയേട്ടാ, തലവെളിയിടല്ലേ? അജയേട്ടാ, അജയേട്ടാ. മോളെ, അജയേട്ടൻ എന്തിനാ കഥ കുറ്റിയിട്ടത്? ആര് കുറ്റിയിട്ട്? ഞാൻ ചേർത്തടച്ചതല്ലേ, അത് കുറ്റി വീണോ? മണിയറ വാതിലിൽ വന്ന് എന്റെ മാതക സുന്ദരി മുട്ടുന്ന ഒച്ച കേൾക്കാൻ. പിന്നല്ലാതെ എന്താ ചേട്ടാ? നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് ടെറസിലാക്കിയാലോ? ടെറസിലോ? ഓ, ഒന്ന് പതിയെ പറ. എന്റെ ഉച്ചത്തിൽ പറഞ്ഞ അതിനിവിടെ വേറെ ആരുമില്ലല്ലോ. ആരുമില്ല. എന്നാലും പ്രണയം പറയുന്നത് ഒച്ച താഴ്ത്തി വേണമെന്നല്ലേ? അതല്ലേ അതിന്റെ ഒരു ഇത്. ഈ ചേട്ടന് ഇതെന്താ പറ്റിയേ? ഒന്നുമില്ലടാ കുട്ട. വാ, നമുക്ക് ടെറസിൽ പോവാം. വാ, അവിടെ ആവുമ്പോ നല്ല നിലാവുണ്ട്, കാറ്റുണ്ട്, മേഘങ്ങളുണ്ട്, നക്ഷത്ര. അജേട്ടൻ ഇവിടെ ഇരുന്നേ, ഇരിക്ക്. അയ്യോ മോളെ, ഇങ്ങ് വന്നേ. എന്താ ചേട്ടാ? നമ്മൾ ഒരു ടെറസിലും പോകുന്നില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഈ മുറിയിലായിരുന്നില്ലേ? ഇവിടെ തന്നെ മതി അതിന്റെ റീക്രിയേഷൻ. എന്താ ഇപ്പൊ പറഞ്ഞേ? പുനരാവിഷ്കാരം. അതെന്തുവായാലും ശരിയാവില്ല. നമുക്ക് ടെറസിൽ പോകാം. അതെ, ശരിയാവും. അജേട്ടൻ ഇങ്ങോട്ട് ഇരുന്നേ. മൈദു, എന്താ ചേട്ടാ? ഒന്നുമില്ല. അജേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ അങ്ങോട്ട് പോയപ്പോ കണ്ട ആളല്ലല്ലോ ഇത്. അത് ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. വെറുതെ ഒന്നും അല്ല, എനിക്കെല്ലാം മനസ്സിലായി.
എന്തോന്ന്? ടെറസിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ? അതെ അതെ അതെ. എന്റെ അജയേട്ടാ, ടെറസ് ഒന്നും പണ്ടത്തെ പോലെ സേഫ് അല്ല. ഇപ്പൊ ലോകം മുഴുവനും അമേരിക്കക്കാരുടെ സാറ്റലൈറ്റിന് കീഴില. എപ്പോഴാ ക്ലിപ്പ് പുറത്തു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിപ്പം നമ്മൾ ഇവിടെ കിടന്നാലും ക്ലിപ്പ് പുറത്തിറങ്ങും. അതെങ്ങനെ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. ഇനി ഏതായാലും കുറച്ച് കഴിയട്ടെ. എന്തിനാ കുറച്ച് കഴിയുന്നേ? നമുക്കിപ്പൊ തന്നെ തുടങ്ങാന്നേ. കളിക്കാതെ ഈ പാല് പാതി കുടിച്ചിട്ട് ബാക്കി ഇങ്ങ് തന്നെ. ഇപ്പൊ ഇതൊക്കെ വേണോ മോളെ? അജയേട്ടനല്ലേ പറഞ്ഞത് ആദ്യ രാത്രി കളിക്കാൻ കൊതിയാവുന്നെന്ന്? എന്നിട്ടിപ്പോ കാല് മാറുന്നോ? ഒന്ന് പതുക്കെ പറ മോളെ. ശരി, പതുക്കെ പറയാം. എന്റെ പുന്നാരാജേട്ടാ, വേഗം ഈ പാല് കുടിച്ചിട്ട് ബാക്കി എനിക്കിതാ. നിന്റെ കോൺസെൻട്രേഷൻ കളയും. അജേട്ടാ, എന്താ? എന്നെ മാടി വിളിക്കുന്നു. ഓർമ്മകള്. ഓർമ്മകള്? അന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ നടന്നതൊക്കെ അജേട്ടന് ഓർമ്മയുണ്ടോ? അത് പിന്നെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. എന്നെ പറ, എന്തൊക്കെയാ? നാണമാണെങ്കിൽ അജേട്ടൻ പറയണ്ട, ഞാൻ തന്നെ പറയാം. അയ്യോ വേണ്ട 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 വേണ്ട. എന്താ ചേട്ടാ ഇതൊക്കെ പറയുന്നതും കേൾക്കുന്നതും സുഖല്ലേ? നിന്നെ കൊല്ലും. രക്ഷപ്പെടാതെ വേറെ വഴിയില്ല. പഠിച്ചോനെ കാത്തോനെ. അജേട്ടാ, ഓ എന്താ മോളെ? ഇങ്ങോട്ട് വാ. അജേട്ടാ, അജേട്ടാ, എന്താടി? വേണേ ഉറങ്ങാൻ കേട്ടോ. അജേട്ടാ, ഓ അജേട്ടാ, എന്തോ? അജേട്ടാ, ഞാനിവിടെ ഉണ്ടടി. അജേട്ടാ, അജേട്ടാ, എന്താടി? നീ പകലൊക്കെ ഒത്തിരി ജോലി ചെയ്തല്ലേ, ക്ഷീണം ഉണ്ടെങ്കിൽ ഈ പാല് പോയി. അയ്യോ അജേട്ടാ, കൈവിട്. അങ്ങനെ ഇപ്പൊ താഴെ പോയ പാല് നീ കാണണ്ട. കണ്ട എന്താ? അത് പിന്നെ അത് അപശകുനാണ് മോളെ. എന്ന് ആര് പറഞ്ഞു? ഈ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കോളായോ? ഏയ് അതൊക്കെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരൂല്ലേ? ശരിയാക്കി തരാം. അതൊക്കെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരൂല്ലേടി. അജേട്ടാ, കണ്ണ് വേദനിക്കുന്നു. വിട് അജേട്ടാ. അജേട്ടാ, പോയി അജേട്ടാ, വിട്. പോയോ? അജേട്ടാ, എന്താ ചേട്ടാ? ഒന്നുമില്ല, ഒന്നും. അജേട്ടാ, എന്താടി പഞ്ചാര? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ പറ്റില്ലല്ലോ. താനത് പേടിപ്പിച്ചാണല്ലോ. ഞാനും പേടിച്ചുപോയി. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്റെയും. അപ്പൊ 101 പവന് അത് ഇനിയൊരു അംഗത്തിന്. ഓ, ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല. മോനെ, ആ ചായ കുടിച്ചിട്ട് പോ മോനെ. ഒന്നും കഴിക്കാതെ പോവാണോ? സാമ്പാറിന് കടുവർക്കും താമസമുള്ളൂ. ഇപ്പൊ എടുക്കാം. ഏയ്
ആന്നും വേണ്ടമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇപ്പൊ തന്നെ പോവാൻ നേരമായി. സുഖാണോന്ന് ചോദിക്കുന്നില്ല, പക്ഷെ നിനക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മോനെ. ഹേയ്, ഒന്നുമില്ലമ്മേ. ശരീരം ഇണങ്ങി പണിയെടുക്കുന്നതിന്റെ സുഖം മാത്രം. ആ, ശരി. ശരി മോനെ. അച്ഛാ